പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ന്യൂമറിക്കൽസ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോളൂ. ഓക്കെ, നോക്കിക്കോ. കാൽക്കുലേറ്റ് the amount of oxygen required for the complete combustion of 48 gram of methane. ശ്രദ്ധിച്ചോണം. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ ദ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 48 gram of methane. Calculate the amount of oxygen required for the complete combustion of 48 gram of methane. അപ്പം ഇവർ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, റിയാക്ഷൻ തരത്തില്ല. റിയാക്ഷൻ തന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അത് എഴുതാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അതായത് റിയാക്ഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് തരണം, പക്ഷേ റിയാക്ഷൻ തരാതെയും ചോദിക്കാം. അപ്പോൾ റിയാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ എഴുതിയിട്ട് അതിനെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്താലേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ക്വസ്റ്റ്യനകത്ത് അവർ റിയാക്ഷൻ തന്നിട്ടില്ല. അപ്പം കമ്പഷൻ ഓഫ് മീഥേൻ എന്ന് പറയുമ്പോൾ മീഥേൻ എന്താണെന്ന് അറിയണം. മീഥേൻ നമുക്കറിയാം CH4. അതിനെ കമ്പസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കത്തിക്കുക എന്നർത്ഥം. കത്തിക്കുക എന്ന് പറയുമ്പോൾ ഓക്സിജനുമായിട്ടാണ് റിയാക്ട് ചെയ്ത് കത്തിക്കുന്നത്. അപ്പോൾ CH4 + O2 ചെയ്യുമ്പോൾ നമുക്ക് CO2 + H2 ആണ് വരുന്നത്. ഇതാണ് റിയാക്ഷൻ. പക്ഷേ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാതെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾ ചെയ്യുന്ന ബാലൻസിങ് തെറ്റാണെങ്കിൽ നിങ്ങളുടെ ഇതിൻ്റെ ആൻസർ തെറ്റിപ്പോകും. അപ്പോൾ നോക്കുക, CH4 + O2 ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? ഇവിടെ C1, ഇവിടെ C1, H 4 എണ്ണം ഉണ്ട്. ഇവിടെ H 4 എണ്ണം വരുമ്പോഴത്തേക്കും 2, ഇവിടെ 2 വരും. കണ്ടോ? അപ്പം CH4 + എന്താണ് 2O2 ഗീവ്സ് എത്രയാണ്? CO2 + 2H2O. ഇതാണ് നമ്മുടെ ഈ മോളിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ റിയാക്ഷൻ. ഈ റിയാക്ഷൻ എഴുതിയാൽ ഇനി ബാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് എന്നറിയോ, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ ദ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 48 gram ഓഫ് മീഥൈൻ. അതായത് 48 gram മീഥൈനെ കത്തിക്കണമെങ്കിൽ എത്ര എമൗണ്ട് ഓക്സിജൻ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് കെമിക്കൽ റിയാക്ഷൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, കെമിക്കൽ റിയാക്ഷനെ നമുക്ക് മോൾസ് വെച്ചിട്ട് കണക്ട് ചെയ്യാം, മോളിക്യൂൾസ് വെച്ചിട്ട് കണക്ട് ചെയ്യാം, മാസ് വെച്ചിട്ട് കണക്ട് ചെയ്യാം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താ? 1 mol CH4 റിയാക്ട്സ് വിത്ത് 2 mol O2 gives 1 mol CO2 and 2 mol വാട്ടർ എന്നല്ലേ? ആണോ? ഈ റിയാക്ഷൻ്റെ അർത്ഥം എന്തുവാ? ഇങ്ങനെ ചിന്തിക്കല്ലോ. 1 mol CH4 റിയാക്ട് വിത്ത് 2 mol ഓക്സിജൻ ഗീവ് 1 mol CO2 ആൻഡ് 2 mol വാട്ടർ എന്നാണല്ലോ. ഇപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്നത് എന്താ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 മോളിന് 2 mol ഓക്സിജൻ വേണമെന്നാണ് അർത്ഥം. ഓക്കെ, ഇവർ പക്ഷേ മാസിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി മാസ് ഒന്ന് എടുത്തേ, മാസിൽ പറഞ്ഞേ. ഇവിടെ മാസ് എത്ര? CH4 എന്ന് പറയുമ്പോൾ 12 × 4 × 1. അപ്പോൾ എത്ര മാസ്? 12 + 4 × 1 അല്ലേ? അപ്പോൾ എത്ര? 12 + 4 × 1 എന്ന് പറയുമ്പോൾ 14 16 ഗ്രാമാണ്. ആണല്ലോ. ഇവിടെ എന്താ? ഇവിടെ ഒരു ഓക്സിജൻ്റെ ആറ്റം 16. ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 4 × 16. അപ്പോൾ എത്രയാണ്? 4 × 16 എന്ന് പറയുമ്പോഴത്തേക്കും 64 gram ആണ്. ആണല്ലോ. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓക്സിജനും മീഥൈനും തമ്മിൽ മാത്രം കണക്ട് ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ഇവർ മാത്രം എന്ത് ചെയ്താൽ മതി? എടുത്താൽ മതി. ബാക്കി ഇവരെ ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ആരെയൊക്കെയാണോ കൺസിഡർ ചെയ്യേണ്ടത് അത് ഓൾറെഡി അതിനകത്ത് തരും. അവരെ മാത്രം കൺസിഡർ ചെയ്താൽ മതി, ബാക്കിയുള്ളവരെ ഒന്നും ചെയ്യണ്ട. അപ്പം ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 16 gram ഓഫ്
CH4 require 64 gram ഓക്സിജൻ. അങ്ങനെയല്ലേ ഇതിനർത്ഥം? ഓക്കെ ആണല്ലോ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? 16 ഗ്രാം CH4 റിക്വയർ 64 ഗ്രാം ഓക്സിജൻ ആണെങ്കിൽ 48 ഗ്രാം മീഥേന് എത്ര ഓക്സിജൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 48 ഗ്രാം ഓഫ് CH4 റിക്വയേഴ്സ് എത്ര അറിയത്തില്ല, എക്സ് ഗ്രാം ഓക്സിജൻ അങ്ങോട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയോ, ശ്രദ്ധിച്ചോ, ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻ ചെയ്യാം. 16/48 ഈസ് ഈക്വൽ ടു 64/x. അതായത് ഇത് ഡിവൈഡ് ബൈ ഇത് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഇങ്ങോട്ട് ഈ 16 എന്ത് ചെയ്യുന്നു, താഴോട്ട് കൊണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 64 × 48 ഡിവൈഡഡ് ബൈ 16 എന്ന് വരുന്നു. 16 × 4 ആണ്. ഇതത് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എക്സ് എന്ത് വന്നു? എക്സ് ഈസ് ഈക്വൽ ടു 48 × 4 എന്ന് പറയുമ്പോഴത്തേക്കും 192 ആണ്. അപ്പം 192 ഗ്രാം ആണ് ഓക്സിജൻ. എന്ത് റിയാക്ട് ചെയ്യാനാണ്? 48 ഗ്രാം CH4 റിയാക്ട് ചെയ്യുകയാണെങ്കിൽ 192 ഗ്രാം ഓക്സിജൻ വേണം. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ദയവ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. സർ 16 gram of CH4 അവിടെ തൊട്ടെന്ന് പറയോ? അതായത് ഇവിടെ നമ്മൾ മോൾസിൽ ആദ്യം പറഞ്ഞു. ഇതിന് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മോൾസിലും വോളിയത്തിലും മാസിലും ഒക്കെ നമുക്ക് പറയാൻ പറ്റും, ഇല്ലേ? ശരിയല്ലേ? അപ്പം ഇവിടെ ഈ CH4 മുമ്പിൽ ഒന്നേ ഉള്ളൂ. അപ്പോൾ അതിനർത്ഥം 1 മോൾ CH4 2 മോൾ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പം 1 മോൾ CO2 2 മോൾ വാട്ടർ മോളിക്കൂൾ ഉണ്ടാവുമെന്ന് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അതിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഗ്രാമിലാണ് ചോദിച്ചിരിക്കുന്നത്, മോൾസിലൊന്നും അല്ല ചോദിച്ചിരിക്കുന്നത്, ഗ്രാമിലാണ്. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് 48 ഗ്രാം മീഥെയിൻ കത്തിക്കണമെങ്കിൽ എത്ര ഗ്രാം ഓക്സിജൻ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന റിയാക്ഷനെ ഗ്രാമിലോട്ട് മാറ്റണം. അപ്പോൾ CH4 എന്ന് പറയുമ്പോൾ 1 മോളാണ്. 1 മോളിൻ്റെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര? 16 ഗ്രാം ആണ്. ഇവിടെ 4 ഓക്സിജൻ ആറ്റം ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്താണെന്ന് എഴുതാം? 2 × 32 എന്ന് എഴുതിയാലും മതി, അപ്പോഴും 64 തന്നെയാണ്. ഓക്കെ, കാരണം 1 മോൾ ഓക്സിജൻ മോളിക്കൂൾ എന്ന് പറയുമ്പോൾ 32 ഗ്രാമാണ്. 2 മോൾ എന്ന് പറയുമ്പോൾ 2 × 32 64, അല്ലെങ്കിൽ 4 × 64 എന്ന് എഴുതിയാലും കുഴപ്പമില്ല, മാസ് അല്ലേ? ഓക്കെ, അപ്പം ഇതിനർത്ഥം 16 ഗ്രാം CH4-ന് 64 ഗ്രാം ഓക്സിജൻ വേണമെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എഴുതി 16 ഗ്രാം CH4 റിക്വയർ 64 ഗ്രാം ഓക്സിജൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതല്ല, നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് 16 ഗ്രാമിന് 64 ഗ്രാം വേണമെന്ന്. എന്നാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 48 ഗ്രാം ആണെങ്കിൽ എത്ര ഗ്രാം ഇത് വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് തമ്മിൽ റേഷ്യോ ചെയ്താൽ മതി. അതായത് 16/48 എന്നങ്ങ് എഴുതുക, ഈക്വൽ ടു എന്ന് എഴുതുക, 64/x എന്നങ്ങോട്ട് എഴുതുക. എന്നിട്ട് എക്സ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 192 ഗ്രാം കിട്ടും. അപ്പോൾ 16 ഗ്രാമിന് 64 ആണെങ്കിൽ 32 ഗ്രാമിന് 128ഉം 48 ഗ്രാമിന് 192 ആണ്. ഇങ്ങനെ കൂട്ടി പോയാൽ കിട്ടും. അത് കിട്ടുന്നതിന് വരെ നമ്മൾ റേഷ്യോ പ്രപ്പോർഷൻ വെച്ചിട്ട് ചെയ്തതേ ഉള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് ഈ വേയിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇതിന് 5 രീതി ചെയ്യാം. 5 ടീച്ചർമാർ പഠിപ്പിക്കുകയാണെങ്കിൽ 5 രീതി പഠിപ്പിക്കും. പക്ഷേ ദിസ് ഈസ് ദ ഈസിയസ്റ്റ് വേ എന്ന് ഞാൻ പറയത്തുള്ളൂ. മീൻസ് ഏതാ മനസ്സിലാവുന്നത് അത് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. ഇത് മോൻ എങ്ങനെ മനസ്സിലാക്കി വെച്ചേ? അല്ല, ഇപ്പം 16 ഗ്രാം തന്നിട്ടുണ്ടെങ്കിൽ 1 ഗ്രാമിൽ എത്ര ഓക്സിജൻ ഉണ്ടെന്ന് അത് അറിയില്ലോ, പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്യാം. 16 ഗ്രാം റിയാക്ട് ചെയ്യാൻ 64 ഗ്രാം വേണം. അപ്പോൾ 1 ഗ്രാം റിയാക്ട് ചെയ്യാൻ 64 എത്ര? 16. അപ്പം 4 ഗ്രാം വേണം. അങ്ങനെയാണെങ്കിൽ 48 ഗ്രാം റിയാക്ട് ചെയ്യാൻ ഇൻറ്റു 4. അത് തന്നെയല്ലേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, 48 × 4. അതായിരുന്നു മീൻസ് ഏത് വേണമെങ്കിലും വെയില് ചെയ്യാം. ഏത് വേണേ ചെയ്യാം. ഇതാ നമുക്ക് ഇത് എല്ലാത്തിനും പ്രയോഗിക്കാം. ഏതാ? ഇപ്പോൾ വോളിയം തന്നാലും മോൾസ് തന്നാലും വെയിറ്റ് തന്നാലും എങ്ങനെ വേണേൽ ചെയ്യാം. പക്ഷേ അത് എല്ലാ മെത്തേഡും ചെയ്യാൻ പറ്റത്തില്ല. 1 ഗ്രാമിൻ്റെ കണ്ടുപിടിച്ചിട്ടുള്ള അത് ചിലയിടത്ത് കൺഫ്യൂഷൻ വരും, മനസ്സിലായോ? അങ്ങനെയും ചെയ്യാം, ഒരു പ്രശ്നവും. അപ്പോൾ ഈ മെത്തേഡും കൂടെ എഴുതി വെച്ചോ. എഴുതാനുണ്ടായിരുന്നേ. എഴുതിക്കോ. ആർക്കെങ്കിലും മനസ്സിലാകാഴികയുണ്ടെങ്കിൽ ചോദിക്കുക.
അലീഷ ഓക്കെ ആണോ? അലീഷ, ജെന്ന ഒക്കെ ഓക്കെ ആണോ? ഓക്കെയാണ് സർ. ഓക്കെ. നിങ്ങൾ ഇങ്ങനെയാണോ പഠിച്ചത് അതോ വേറെ രീതിയാണോ? അലീഷ സർ ഓക്കെയാണ്. അല്ല, ഞാൻ ചോദിച്ചത് ഈ രീതിയാണോ പഠിച്ചത് വേറെ ഏതെങ്കിലും രീതിയാണോ പഠിച്ചത്? അല്ല, ഈ രീതിയാണ് സർ പഠിച്ചത്. ഓക്കെ ഓക്കെ. ഈ രീതിയാണ് ഏറ്റവും എളുപ്പമുള്ളത്. പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇത് ഒരു 5 രീതി ചെയ്യാൻ പറ്റുമോ? ജെന്ന ഓക്കെ ആണോ? ജെന്ന ഒന്ന് സംസാരിക്കാമോ? ജെന്ന, പാർവണ, അനഘ, ക്രിസിൻ, അലൻ, അർജുൻ. ഓക്കെയാണ് സാർ. ഓക്കെ ഓക്കെ. ഓക്കെയാണ്. അഭിനവ് ഓക്കെ ആണോ മോനെ? അഭിനവ് ഓക്കെയാണ് സാർ. ഓക്കെ ഓക്കെ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയോ? സൂര്യഗായത്രി എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു സാർ. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇതേ മോഡൽ. പറഞ്ഞു സാർ. ഇപ്പൊ ഇതുപോലെ സെന്റൻസ് ആയിട്ടല്ലേ ഇത്ര എഴുതി? ഇപ്പം 60 gram ഓഫ് മീഥേൻ റിക്വയർസ് അങ്ങനെ എഴുതണമെന്ന് നിർബന്ധമുണ്ടോ? ഡയറക്റ്റ് ആയിട്ട് റേഷ്യോ ഇട്ട് ഒരു നിർബന്ധമില്ല. ചെയ്യാമല്ലോ. ഞാനിത് പഠിപ്പിക്കുമല്ലേ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതിയതാണ്. മനസ്സിലായി? ഓക്കെ സർ. ഓക്കെ. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതി ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. നോക്കിക്കോളൂ, എഴുതിക്കോളൂ. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഫോംഡ് ബൈ ദ കമ്പഷൻ ഓഫ് 32 gram of CH4. അപ്പം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും കമ്പഷൻ ഓഫ് CH4 എന്ന് പറഞ്ഞാൽ തന്നിട്ടില്ല. ഇങ്ങനെ പല റിയാക്ഷൻ ചോദിക്കാൻ നമ്മളോട് നമ്മൾ തന്നെ റിയാക്ഷൻ എഴുതേണ്ടി വരും കേട്ടോ, അത് ഓർത്തോണം. ഓക്കെ. അപ്പോൾ ഓൾമോസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന റിയാക്ഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ. CH4 ഇത് എന്ത് തന്നെയാണ്? CH4 പ്ലസ് 2O2 ഗീവ്സ് എന്താ? CO2 പ്ലസ് എത്രയാണ്? 2H2O. അപ്പം ഇവിടെ നമ്മൾ എന്താ കണക്ട് ചെയ്യേണ്ടത്? ഇവിടെ 1 മോള്, ഇവിടെ 2 മോൾ ഓക്സിജനാണ് ഉള്ളത്. ഇവിടെ എത്രയാണ്? ഇവിടെ 1 മോളാണ് ഇവിടെ ഉള്ളത്. ഇത് 2 മോളാണ്. ഇവിടെ ഏതും തമ്മിൽ കണക്ട് ചെയ്യണമെന്നറിയോ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് മീഥൈൻ്റെ അളവ് തന്നിട്ടുണ്ട്, വാട്ടർ ഫോം ചെയ്ത ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇതും അതേപോലെ തന്നെ ഇതും തമ്മിൽ എന്ത് ചെയ്താൽ മതി? കണക്ട് ചെയ്താൽ മതി. അതിൻ്റെ മാസ് എഴുതുക. CH4ൻ്റെ എത്രയാണ്? CH4ന് എന്താണ്? 12 + 4 × 1 എത്ര ഗ്രാമാണ്? 16 ഗ്രാം അല്ലേ? അപ്പോൾ 16 ഗ്രാം എന്താണ്? ഇതെത്രയാണ്? ഇതിൻ്റെ മാസ് എത്രയാണ്? ഇതിൻ്റെ മാസ് എന്ന് പറയുമ്പോഴത്തേക്കും 2 × എത്രയാണ്? 2 × 2 + 16 ആണ്. അതായത് 2 × 18 വരും. അതായത് എത്രയാണ്? 18 36 ഗ്രാമാണ്. അപ്പം നമുക്ക് സെൻറ്റൻസിൽ ഇങ്ങനെ എഴുതാം. 16 ഗ്രാം CH4 പ്രൊഡ്യൂസേഴ്സ് എത്രയാണ്? 36 ഗ്രാം എത്രയാണ്? H2O അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? 32 ഗ്രാം CH4 എത്ര ഗ്രാം വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന? അപ്പോൾ 32 ഗ്രാം CH4 പ്രൊഡ്യൂസേഴ്സ് നമുക്കറിയത്തില്ല എത്രയാണെന്ന് കണ്ടുപിടിക്കണം. X ഗ്രാം H2. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിനെ 16/32 = 36/x. എക്സിനെ ഇങ്ങോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? X = 36 × 32 / 16. ഇത് രണ്ടും കട്ട് ചെയ്ത് 36 × 2 എന്ന് പറയുന്നത് 72 ആണ്. 72 ഗ്രാം വേണം. ഡൗട്ടുള്ളവർക്ക് ചോദിക്കാം കേട്ടോ. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാലേ ഈ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് കണ്ടുപിടിക്കാനുള്ള ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സാർ മേഘടന്ന് കാണിക്കാമോ? കാണിക്കും.
ക്ലിയർ ആണോ? ഓക്കെ സർ. ഓക്കെ, ബാക്കി നോക്കിക്കോളൂ. അടുത്ത നോക്കി. How many moles of water molecules are present in 180 gram of water? 180 ഗ്രാം വാട്ടറിൽ എത്ര മോൾസ് വാട്ടർ മോളിക്യൂൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. 3 ടൈപ്പ്. ആറ്റം ആണെങ്കിൽ എന്താണ്? ഗിവൺ മാസ് ബൈ അറ്റോമിക് മാസ്. മോളിക്യൂൾ ആണെങ്കിൽ എന്താണ്? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഇനി എന്താണ്? പാർട്ടിക്കിൾ ആണെങ്കിൽ ഗിവൺ മാസ് ഡിവൈഡ് ബൈ എന്താണ് മാസ് ഓഫ്, അതായത് മോളാർ മാസ് ഓഫ്, അല്ലെങ്കിൽ എന്താണ് 6.02 × 10⁻23 പാർട്ടിക്കിളുടെ മാസ്. ഓക്കെ, അങ്ങനെയായിരുന്നല്ലോ പറഞ്ഞത്. അപ്പോൾ ഇത് മോളിക്യൂൾസിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു എന്താ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ എന്താ? മോളിക്യൂളാണ്, അപ്പോൾ എന്താ? മോളാർ മാസാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഗിവൺ മാസ് എന്ന് പറയുന്നത് 180 ആണ്. മോളാർ മാസ് എന്ന് പറയുമ്പോൾ വാട്ടറിൻ്റെ മോളാർ മാസ് 18. അതായത് ഒരു മോൾ വാട്ടർ മോളിക്യൂളിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ 18 ഗ്രാമാണ് അല്ലേ? അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10 മോൾസ് കിട്ടും. ഇതൊക്കെ കൃത്യം മനസ്സിലാക്കിക്കോണം കേട്ടോ. മോൾ എന്താണ്, അതായത് അറ്റോമിക് മാസ്, അതായത് യുവും ഇതും, അതായത് ഒരു സിംഗിൾ വാട്ടർ മോളിക്യൂളിൻ്റെ മാസാണ് 18 U. ഒരു മോൾ വാട്ടർ മോളിക്യൂളിൻ്റെ മാസാണ് 18 ഗ്രാം. അതെപ്പോഴും ഓർത്തോണം. അതായത് ഒരു സിംഗിൾ വാട്ടർ മോളിക്യൂളിൻ്റെ മാസ് എന്ന് പറയുന്നത് 18 U ആണ്. എന്നാൽ ഒരു മോൾ വാട്ടർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര വാട്ടർ മോളിക്യൂൾ ഉണ്ടെന്നറിയോ? 6.02 × 10⁻23. അത്രയും വാട്ടർ മോളിക്യൂളിൻ്റെ മാസാണ് 18 ഗ്രാം എന്ന് പറയുന്നത്. അതൊക്കെ ഓർത്ത് വെച്ചോണം. ഈ ഒരു സംഭവങ്ങളൊക്കെ ഓർത്ത് ക്ലിയറായിട്ട് മനസ്സിലാക്കി വേണം, അല്ലെങ്കിൽ ഇതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. അക്ഷയക്ക് മനസ്സിലായോ? അക്ഷയ മനസ്സിലായി സർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. KClO3 എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം ക്ലോറേറ്റ് ആണ്. പൊട്ടാസ്യം ക്ലോറേറ്റ് എന്ന് പറയും. KClO3 on heating decomposes to KCl and O2. Calculate the mass of O2 produced. Calculate the mass of O2 produced by heating 50 gram of KClO3. ഇവിടെയും റിയാക്ഷൻ അവർ തന്നിട്ടില്ല, പക്ഷേ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആയതുകൊണ്ട് നമുക്ക് എഴുതാം. KClO3നെ ഡീകമ്പോസ് ചെയ്തിട്ട് KClഉം O2 ഉണ്ടാകുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ബാലൻസ് ചെയ്യേണ്ടി വരും. ഇവിടെ 3 ഓക്സിജൻ, ഇവിടെ 2 ഓക്സിജൻ. അപ്പോൾ ഇവിടെ 3 ഇട്ട് കൊടുക്കണം, ഇവിടെ 2 ഇട്ട് കൊടുക്കണം. മൊത്തം 6 ഓക്സിജനായി. ഇവിടെ 2 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കണം, എന്നാലേ ആകത്തുള്ളൂ. ഇതൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ആദ്യം മോൾസിൽ എഴുതാം. ഇവിടെ പൊട്ടാസ്യത്തിൻ്റെ മോളാർ മാസ് എന്താണ് അറ്റോമിക് മാസ് 39 എന്ന് എടുത്താൽ മതി. ഇത് 2 മോള്, ഇതും 2 മോള്, ഇത് 3 മോളാണ്. നമുക്കിവിടെ കണക്ട് ചെയ്യേണ്ടത് എത്രയാണ്? കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് O2 പ്രൊഡ്യൂസ്ഡ് ഓൺ ഹീറ്റിംഗ്. അപ്പം ഇതും തമ്മിലാണ് കണക്ട് ചെയ്യേണ്ടത്. KClO3യും അതേപോലെ തന്നെ O2വും തമ്മിലാണ് കണക്ട് ചെയ്യേണ്ടത്.
അപ്പോൾ KClO3യുടെ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി കെയുടെ മാസ് 39 39. അതേപോലെ ക്ലോറിൻ്റെ മാസ് 35.5 എന്ന് എടുക്കണം. അതേപോലെ ഓക്സിജൻ്റെ മാസ് 16 എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 2 ഇൻറ്റു കെയുടെ മാസ് 39 പ്ലസ് 35.5 പ്ലസ് 3 ഇൻറ്റു 16. ഇവിടെ എന്താണ് 3 മോൾസ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഇവിടെ 3 ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 3 ഇൻറ്റു എത്ര എന്ന് എടുക്കാം, ഒരു ഓക്സിജൻ 3 ഇൻറ്റു 32 എന്ന് എടുക്കാം. അല്ലെങ്കിൽ എന്തെടുക്കണം, മൊത്തം എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്, 6 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെടുക്കാം, 6 ഇൻറ്റു 16 എടുക്കാം. മനസ്സിലായി, എങ്ങനെ വേണേൽ എടുക്കാം. അപ്പം ഇവിടെ വരുന്ന സമയത്ത് 32 ഇൻറ്റു 3 എന്ന് തന്നെ എടുത്തോ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. മോളിക്കൂളായിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ 3 മോളിക്കൂളുണ്ട്. ഒരു ഓക്സിജൻ മോളിക്കൂളിൻ്റെ മാസ് 32 16. കാരണം O2 എന്ന് പറയുമ്പോൾ എത്ര, ഓക്സിജനും കൂടെ ചേർന്നാണ് അല്ലേ. അപ്പോൾ ഇതും 16 എന്ന് പറയുമ്പോൾ ഓക്സിജൻ്റേത് 32 ഗ്രാമാണ്. അങ്ങനെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ 3 ഇൻറ്റു 32. അപ്പോൾ 3 ഇൻറ്റു 32 ചെയ്യുമ്പോൾ 6 3 9 96 ഗ്രാമാണ്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 122.5 ഇൻറ്റു എത്രയാണ് 2 എന്ന് വരും. അപ്പോൾ മൊത്തം 245 എന്ന് വരും. ഇവിടെ 245. അപ്പം 245 ഗ്രാം KClO3 produces 96 ഗ്രാം O2. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, 50 ഗ്രാം KClO3 ഹീറ്റ് ചെയ്യുമ്പോൾ എത്ര ഗ്രാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 50 കൊടുക്കാം. 50 ഗ്രാം KClO3 പ്രൊഡ്യൂസസ് എക്സ് ഗ്രാം O2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, 245 ഡിവൈഡ് ബൈ 50 ഈസിക്കൽ ടു 96 ഡിവൈഡ് ബൈ എക്സ് കണ്ടുപിടിക്കാൻ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എക്സ് ഈസിക്കൽ ടു 96 ഇൻറ്റു 50 ഡിവൈഡ് ബൈ എത്രയാണ് 245 എന്ന് വരും. അപ്പം കട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. കട്ട് ചെയ്ത് ചെറുതാക്കുമ്പോൾ ഇതിന് ആൻസർ വരുന്നത് എക്സ് അല്ലേ. ഒന്ന് ആൻസർ എത്ര വരുന്നത് നോക്കി, ശരിയാണോ? എത്ര ആൻസർ കിട്ടുന്നതെന്ന് പറഞ്ഞേ മക്കളെ. ആണോ 19.6 ഗ്രാം ആണോ നോക്കണേ.
സർ 19.59 റൗണ്ട് ഓഫ് ചെയ്തിട്ടാണോ സർ 19.6 എന്ന്? ആൻസർ 19.6 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ അവരങ്ങനെ ആയിരിക്കും ചെയ്തത്. കഴിഞ്ഞ ദിവസം എന്തോ ഒരു ഹോംവർക്ക് ചെയ്യല, എല്ലാവരും ചെയ്തോ? സൂര്യഗായത്രി ഒക്കെ ചെയ്തോ? സൂര്യഗായത്രി എല്ലാം ചെയ്യിച്ചോ? ഇല്ലല്ലോ, മൂന്നാമത്തെ കണ്ട് ചെയ്യാനുണ്ടായിരുന്നു. ചെയ്തോ? മൂന്നും ചെയ്യിപ്പിച്ച. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ. അടുത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ തരാം. വിട്ടോടാ അവനെ. ഏതാ? എല്ലാവർക്കും കിട്ടിയോ? സൂര്യഗായത്രി ഓക്കെ ആണോ? സൂര്യഗായത്രി കിട്ടി സാർ. 19.5 കിട്ടി. ഓക്കെ. അഭിനവ്, അക്ഷയ, അലൻ, അനഘ, അർജുൻ കിട്ടി സാറേ. കിട്ടി. ജന്ന, ക്രിസിൻ, ജോഷുവ. അല്ല, ജോഷ് ആരാ? ജോഷ് സാറേ ജൊഹാൻ. ജോഹാൻ. ഓക്കെ. ജ്യോതിസ് ഓക്കെ ആണോ? ജ്യോതിസ്, പാർവണ ഓക്കെ ആണ്. ഓക്കെ സർ. 19. എന്താണ്ടല്ല 19.6, 19.5 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ഞാൻ ചെയ്യിപ്പിക്കാമേ. ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്, അതുകൂടെ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കുറേ പേർക്ക് എക്സാം ടൈം അല്ലേ ഇപ്പം, അപ്പോൾ അതിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ എടുത്തിടുകയാണ്. ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കാണും കേട്ടോ, അത് 100% ഉറപ്പാണ്. Calculate the mass of oxalic acid. Calculate the mass of oxalic acid. Dihydrate. Oxalic acid dihydrate. Oxalic acid dihydrateന്റെ ഫോർമുല ഇവിടെ തന്നിട്ടുണ്ട്. H2CO4.2H2O. required to prepare 0.1 molar 250 ml of its aqueous solution. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്സാലിക് ആസിഡ് ഡൈഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് തന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു 280 ml എടുത്തിട്ട് അതിനകത്ത് ഒരു 0.1 മൊളാരിറ്റിയിൽ 250 ml-നകത്ത് അല്ലെങ്കിൽ 250 ml-നകത്ത് അത് കലക്കി 0.1 മോളാർ സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ എത്ര ഗ്രാം ഓക്സാലിക് ആസിഡ് അതിനകത്ത് ചേർക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചോണം. ഒരു പാത്രം എടുക്കുന്നു, 250 ml വെള്ളം എടുക്കുന്നു. ഓക്കെ, ഈ 250 ml വെള്ളത്തിനകത്തോട്ട് ഞാൻ ഓക്സാലിക് ആസിഡ് ഡൈഹൈഡ്രേറ്റ് ക്രിസ്റ്റൽസ് ഇങ്ങോട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഇതൊരു സൊല്യൂഷനായിട്ട് മാറുമല്ലോ, ഇല്ലേ? സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് മൊളാരിറ്റിയുടെ ടേമിൽ കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇല്ലേ? അപ്പോൾ ഇത് ഇട്ടിട്ട് ഇതിൻ്റെ കോൺസെൻട്രേഷൻ 0.1 മോളാർ ആകാൻ വേണ്ടി ഞാൻ എത്ര ഗ്രാം, ഹൗ മെനി ഗ്രാം വേണ്ട ഓക്സാലിക് ആസിഡ് ക്രിസ്റ്റൽസ് ആഡ് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോണം. അക്വസ് സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വാട്ടറാണ്. വാട്ടറിനകത്ത് ഈ ഓക്സാലിക് ആസിഡിൻ്റെ ക്രിസ്റ്റൽസ് ഒഴിച്ച് അത് ഇളക്കി അതൊരു സൊല്യൂഷൻ ആവും.
അപ്പം ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ 0.1 മോളാർ ആവണമെങ്കിൽ ഞാൻ എത്ര ഗ്രാം ഓക്സാലിക് ആസിഡ് ക്രിസ്റ്റൽസ് ആഡ് ചെയ്യണം എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് സിംപ്ലി ഇതിൻ്റെ മൊളാരിറ്റി വെച്ചിട്ട് ചെയ്യാം. മൊളാരിറ്റിയുടെ ഇക്വേഷൻ എന്താ? മൊളാരിറ്റിയുടെ ഇക്വേഷൻ എന്താ? മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ഇൻ ലിറ്റർ ആണ്. വോളിയം ഇൻ ലിറ്റർ ആണ്. വീണ്ടും നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇത് മോളിക്കൂൾ ആയതുകൊണ്ട് തന്നെ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്സാണ്. അതിനെ സിംപ്ലി ഗിവൺ മാസിനെ W എന്നാണ് എടുക്കുന്നത്. അതായത് ഈ നമ്പർ ഓഫ് മോൾസിനെ സ്മോൾ ലെറ്റർ N എന്നും ഗിവൺ മാസിനെ W എന്നുമാണ് എടുക്കുന്നത്. വെയിറ്റ് ആണ്. മോളാർ മാസിനെ M എന്നുമാണ് എടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. ഇനി നോക്കിയോ, ഇനി വോളിയം ഇൻ ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം ഇൻ ലിറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? ലിറ്ററിലുള്ള എന്താണ് വോളിയം? ഇവിടെ ml തന്നിരിക്കുന്നത്. അപ്പോൾ എത്രയാണ്? 250 ml ഡിവൈഡഡ് ബൈ എത്രയാണ്? 1000 ചെയ്യണം, എന്നാലേ കിട്ടത്തുള്ളൂ. 250 ml ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോഴേ എന്ത് ചെയ്യത്തുള്ളൂ? കിട്ടത്തുള്ളൂ. 250 ml എഴുതണ്ട, ഞാൻ പറഞ്ഞതാണ്. ഓക്കെ ആണല്ലോ. ഇത് രണ്ടും ഇവിടോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഇവിടെ W/M എന്ന് എഴുതാം. അതായത് WB. ഒരു കാര്യം ചെയ്യാമോ? സൊല്യൂട്ടിൻ്റെ വെയിറ്റിനെ WB എന്നും അതിൻ്റെ മോളാർ മാസിനെ MB എന്നുമാണ് എടുക്കുന്നത്. അങ്ങനെ എടുക്കണേ. WB ഡിവൈഡഡ് ബൈ MB. കാരണം A എന്ന് പറയുന്നത് സോൾവെൻറ്റും B എന്ന് പറയുന്നത് സൊല്യൂട്ടുമായിട്ടാണ് നമ്മൾ അന്ന് പഠിപ്പിച്ചത് നിങ്ങളെ. അപ്പോൾ അങ്ങനെ തന്നെ എടുക്കണേ. WB ഡിവൈഡ് ബൈ MB ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? വോളിയം ഡിവൈഡ് ബൈ എത്ര ചെയ്താൽ മതി? 1000 ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് WB ഡിവൈഡഡ് ബൈ MB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? വോളിയം എന്ന് വരും. വോളിയം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 250 ആണ്. ഓക്കെ, എല്ലാ വാല്യൂവും കൊടുക്കാം. WB ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. മൊളാരിറ്റിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.1. WB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. MB തന്നിട്ടുണ്ട്. MB തന്നിട്ടില്ല. MB നമുക്ക് കണ്ടുപിടിക്കണം. എന്താ മോളിക്കുലാർ ഫോർമുല ഓഫ് എന്താണ്? ഇതെത്രയായിരിക്കും നമുക്ക് നോക്കേണ്ടി വരും അല്ലയോ? അതായത് എന്തായിരുന്നു അതിൻ്റെ ഫോർമുല? എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ച്, എഴുതാതെ ഇവിടെ ശ്രദ്ധിച്ച്. H2C2O4.2H2O ആണ്. അപ്പോൾ നോക്കിയോ, ഇതിൻ്റെ മോളിക്കുലാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഹൈഡ്രജൻ 2 × 1 പ്ലസ് കാർബൺ 2 × 12 പ്ലസ് ഓക്സിജൻ എത്രയാണ്? ഓക്സിജൻ 16 × 4 പ്ലസ് ഹൈഡ്രജൻ. ഇത് വാട്ടർ ഇവിടെ 2 എണ്ണമാണ്. അപ്പോൾ 2 × ഒരു വാട്ടർ മോളിക്കൂൾ 18 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 2 പ്ലസ് 24 പ്ലസ് 16 × 4 64 പ്ലസ് 36. 36ഉം 14 എത്ര കിട്ടും? അല്ല 64 36 എത്ര കിട്ടും? 100. 100ഉം 24 126 126 എന്ന് കിട്ടും. ഡൗട്ടുള്ള ചോദിക്കണം. 126 കിട്ടും. അതായത് ഹൈഡ്രജൻ്റെത് 1 ആണ്. 2 ഹൈഡ്രജൻ ഉണ്ട്. 2 × 1 പ്ലസ് കാർബണിൻ്റെ 12 ആണ്. അപ്പോൾ 2 × 12 പ്ലസ് ഓക്സിജൻ്റെ 16 ആണ്. അപ്പോൾ 16 × 4 പ്ലസ് വാട്ടർ മോളിക്കൂളിൻ്റെ ഓൾറെഡി നമുക്കറിയാം 18 grams ആണ് ഇല്ലേ? അപ്പോൾ 2 × 18 2 വാട്ടർ മോളിക്കൂളുണ്ട്, ഹൈഡ്രേറ്റ് മോളിക്കൂൾ. അപ്പോൾ 126 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ 126 ആഡ് ചെയ്തു. 126 ആഡ് ചെയ്തു ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എത്രയാണ്? 250. ഇത് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി 0.1 ഈസ് ഈക്വൽ ടു WB ഡിവൈഡ് ബൈ 126 ഇൻറ്റു 100 ഡിവൈഡ് ബൈ എത്രയാണ്? 20. ഇതിപ്പോൾ 4 ആക്കാമല്ലോ, ശരിയല്ലേ? 4 ആക്കത്തില്ലയോ? 1000 ഡിവൈഡ് ബൈ 250 ചെയ്ത് കഴിഞ്ഞാൽ 4 ആകത്തില്ലേ? ഓക്കെ, അല്ലെങ്കിൽ ഇതിങ്ങനെ കട്ട് ചെയ്താലും 4 ആവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? WB ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അതേപോലെ തന്നെ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 0.1 ഇൻറ്റു 126 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു എന്താ? WB. അതേപോലെ തന്നെ എന്താണ്? ഇത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. കട്ട് ചെയ്യാൻ പറ്റും. 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇത് 2. അതേപോലെ തന്നെ ഇത് എത്ര വരും? 126 അല്ലേ? 63 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഇൻറ്റു ചെയ്താലേ പറ്റത്തുള്ളൂ. 63 ഇൻറ്റു 0.1 എന്ന് പറയുമ്പോൾ 6.3 വരും. ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എത്രയാണ്? WB. ഇത് ചെയ്ത് നോക്കുക. അതിൻ്റെ ആൻസർ വരുന്നത് 3.15 ഗ്രാം. അതായത് 6.3 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. WB ഈസ് ഈക്വൽ ടു എത്രയാണ്? 3.15 ഗ്രാം ആയിരിക്കും. അതിനർത്ഥം 250 ml വാട്ടറിനകത്ത് എല്ലാവരും ശ്രദ്ധിച്ചോണം. 250 ml വാട്ടറിനകത്ത് ഒരു 3.5 ഗ്രാം ഓക്സാലിക് ആസിഡ് ക്രിസ്റ്റൽസ് ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ കോൺസെൻട്രേഷൻ 0.1 മോളാർ ആകുന്നത് എന്നാണ് അർത്ഥം. അതാണ് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡൗട്ടുള്ളവർക്ക് ചോദിക്കണേ.
സാർ എഴുതാനുണ്ടായിരുന്നു. ആ നാളെ നീ ഓൺലൈൻ കയറിയോ? ഡൗട്ടുള്ളവർ ചോദിക്കണേ. ക്രിസ്ത്യനൊക്കെ ഓക്കെ ആണോ? ക്രിസ്ത്യൻ ഒന്ന് പറഞ്ഞേ. ഓക്കെയാണ് സാർ. ഓക്കെ ഓക്കെ. അതേപോലെ തന്നെ അഭിനവ് ഒന്ന് പറഞ്ഞേടാ. ഓക്കെയാണ് സാർ. ജോഹാൻ ജോഹാൻ ഓക്കെയാണ് സാർ. ഓക്കെ. അർജുൻ പറഞ്ഞേടാ. അർജുൻ അർജുൻ ഓക്കെയാണ്. അതേപോലെ തന്നെ അടുത്ത ആരാ? അലൻ പറഞ്ഞ മോനെ. ഓക്കെയാണ് സാർ. ഓക്കെ. അതേപോലെ തന്നെ അയ്യോ നമ്മുടെ ജ്യോതിസ്. ഓക്കെയാണ് സർ. ജന്ന ജന്ന ഓക്കെയാണ് സാർ. ഓക്കെ. സൂര്യഗായത്രി കഴിഞ്ഞായിരുന്നോ എഴുതി? ഇല്ല സാർ, കുറച്ചുകൂടെ ഉണ്ട്. ഓക്കെ ഓക്കെ. എഴുതിക്കോ പെട്ടെന്ന് എഴുതിക്കോ. കഴിഞ്ഞോ സാർ? ഓക്കെ ഓക്കെ. എഴുതിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. 4 gram of NaOH was dissolved in sufficient water to form 250 ml of the solution. Calculate the molarity of the solution. ഇത് ചെയ്തിട്ട് അർജുൻ ഉത്തരം പറയണേ. വേറെ ആരും പറയണ്ട, അർജുൻ പറഞ്ഞാൽ മതി.
എന്ത് പാടി ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക് കൃത്യമായിട്ട്. അർജുനെ 2 മിനിറ്റ് സമയമുള്ള 2 മിനിറ്റുള്ളിൽ ഉത്തരം കിട്ടണം. ഓക്കെ ഓക്കെ. പറഞ്ഞോളൂ. അതിപ്പോ കഴിയും, 1 മിനിറ്റ്. എന്തുവാടാ എന്ത് കിട്ടുന്നേ? പറഞ്ഞോ അർജുൻ പറഞ്ഞോ. ഇനി പറ്റത്തില്ല. ഇനിയിപ്പം പറഞ്ഞേ. അർജുന അത് മനസ്സിലായതേ ഇല്ല ചെയ്തിട്ട് ചെയ്ത് എന്നാ പറ. 4 ആണോ? അങ്ങനെ 4 വരും. നീ കാൽക്കുലേറ്റ് ചെയ്ത് നീ എന്തോ ചെയ്തത്?
പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്തേ അർജുനെ, പറഞ്ഞു. ആദ്യം മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ഇൻ ലിറ്റേഴ്സ്. നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ഇൻ ലിറ്റേഴ്സ്. ഞാൻ ഇവിടെ എഴുതാം, നീ പറയുന്നത് ഞാൻ ഇവിടെ എഴുതാം. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ഇൻ ലിറ്റേഴ്സ്. ആദ്യം നമ്മള് ഇത് എഴുതി മോളിന്റെ ഇത് മറ്റേ NaOHന്റെ NaOH. നീ എന്തോ പറയുന്നത് ഞാൻ ഇവിടെ എഴുതും. NaOHന്റെ എന്തുവാ ചെയ്യണ്ടേ? മറ്റേ 23 പ്ലസ് 16 പ്ലസ് 1. അതെന്തുവാ? മറ്റേ മോളാർ മാസ് എടുക്കണ്ടേ? മോളാർ മാസ് എത്രയാ? 40 ഗ്രാം. 40 NaOH എന്ന് പറയുമ്പോൾ Naയുടെ 23 പ്ലസ് 16 പ്ലസ് 1. അപ്പോൾ എത്രയാ? 40. ഓക്കെ, ശരി. അടുത്തത് പിന്നെ നമുക്ക് തന്നിട്ടുള്ള മാസ് മാസ് ഓഫ് NaOH തന്നിട്ടുണ്ടല്ലോ. തന്നിട്ടുണ്ട്. മാസ് ഓഫ് NaOH തന്നിട്ടുണ്ട്. 4 ഗ്രാം. NaOH തന്നിട്ടുണ്ട്. ഓക്കെ, 4 ഗ്രാം. പിന്നെ വോളിയം ഓഫ് സൊല്യൂഷൻ 250 ml. വോളിയം ഓഫ് സൊല്യൂഷൻ തന്നിട്ടുണ്ട് 250 ml. അത് നമ്മൾ ലിറ്റർ ആക്കണം. അത് പിന്നെ ചെയ്താൽ മതിയോ? അത് ഞാൻ എന്തോ നിന്നോട് പറഞ്ഞേ? മൊളാരിറ്റി കണ്ടുപിടിക്കുന്ന എന്തുവാ? നീ തന്നെയല്ലേ പറഞ്ഞ? എന്തുവാ ഇവിടെ നീ ഇക്വേഷൻ എന്തോ പറഞ്ഞ എന്നോട്? നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ഇൻ ലിറ്റർ. പിന്നെ നീ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് വല്ല പ്രസക്തി ഉണ്ടോ? ഞാൻ മോള് വെച്ച് ML വെച്ച് തന്നെ ലിറ്റർ വെച്ചല്ല. നീ ഇക്വേഷൻ എഴുതിയിട്ട് ലിറ്ററിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ML കണ്ടുപിടിച്ച ശരിയാണോ? അല്ല. അപ്പൊ എന്ത് ചെയ്യണം? ലിറ്റർ ആക്കിയിട്ട് ചെയ്യണം. എങ്ങനെയാ ലിറ്ററിൽ ആക്കണ്ട പറഞ്ഞേ? 250/1000. 250/1000. ഓക്കെ, ശരി. അപ്പം അപ്പൊ എത്ര വരും? 1/4 ആണോ? ഓക്കെ. അപ്പൊ ഇവിടെ എന്താ ഈ നമ്പർ ഓഫ് മോൾസിന്റെ ഇവിടെ ഇക്വേഷൻ എന്താ കൊടുക്കണ്ടേ? നമ്പർ ഓഫ് മോൾസ് എന്തായിരുന്നു? 40. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താടാ? ഞാൻ എംബോസിഷൻ തന്നു കഴിഞ്ഞാൽ ഒരു 500 കുറയാതെ ആയിരിക്കും ഞാൻ തരുന്നത്. എഴുതിപ്പിക്കും. ഗിവൻ മാസ് ബൈ മോളാർ മാസ്. ഗിവൻ മാസിന് എന്ത് എടുക്കണമെന്നാ കഴിഞ്ഞ ക്വസ്റ്റ്യൻ അത് പറഞ്ഞേ? WB ഡിവൈഡഡ് ബൈ MB ഡിവൈഡഡ് ബൈ ഹോൾ ബൈ വോളിയം ബൈ 1000. വോളിയം ബൈ 1000. ഇനി എന്ത് ചെയ്യണ്ടേ? മറ്റേ 1000 മേലോട്ട് കൊണ്ടുവന്നിട്ട് ചെയ്യാം. WB ബൈ MB ഇൻറ്റു 1000/250. ഓക്കെ, ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്? WB 4, MB എത്രയാ? 40 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ 250 ആണോ? അതെ, അങ്ങനെ ചെയ്തേ. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ 4, ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ താഴെ 10. അപ്പം 4/10 ആണോ? അതെ. അപ്പോൾ എത്ര കിട്ടും? 0.4. എന്താ യൂണിറ്റ്? എന്താ യൂണിറ്റ്? 0.4 ലിറ്റർ ആണോ? ലിറ്ററോ? മൊളാരിറ്റിയുടെ യൂണിറ്റ് എന്താടാ? മോൾ മോളല്ല, മോൾസ് പെർ ലിറ്റർ. ഓക്കെ. മോൾസ് പെർ ലിറ്റർ. ഓക്കെ, ബാക്കി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിച്ചു. ഞാൻ ഇനി ഓരോ ക്വസ്റ്റ്യൻ തന്നിട്ട് ഓരോരുത്തരെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കും. പറഞ്ഞോളൂ. WB എന്ന് പറയുമ്പോൾ നമ്മൾ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോൾവെൻറ്റ് മോളിക്യൂളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് A. B എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് മോളിക്യൂളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് B. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് AB എന്ന് പറയുന്ന സൊല്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എന്തിനെ ആഡ് ചെയ്യുന്നത്? എന്താ ഇവിടെ ആഡ് ചെയ്യുന്നത്? സൊല്യൂട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ സൊല്യൂട്ടിൻ്റെ വെയിറ്റിനെ എടുക്കുമ്പോൾ WB, സോൾവെൻറ്റിൻ്റെ വെയിറ്റിനെ എടുക്കുമ്പോൾ WA എന്ന് എഴുതാം. സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് എടുക്കുമ്പോൾ MB, സോൾവെൻറ്റിനെ എടുക്കുന്നെങ്കിൽ എന്താ MA എന്ന് എടുക്കാം. മനസ്സിലായോ? ഇതൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് +2 പഠിക്കാനുള്ളത്. സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇത് പഠിക്കണം. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ. അലീഷ? ഓക്കെ. അഭിനവ്, അക്ഷയ, അലൻ? അനഘ? ജന്ന, ക്രിസിൻ? ജന്നയും ക്രിസിനും റെസ്പോണ്ട് ചെയ്യണേ. ജോഹാൻ? ഓക്കെ ആണ് സർ. ജ്യോതിസ്, പാർവണ? ഓക്കെ ആണ് സർ.
ശരി സർ. സൂര്യഗായത്രി. ഓക്കെ സർ. ക്രിസ്ത്യൻ റെസ്പോണ്ട് ചെയ്തില്ലായിരുന്നു. ക്രിസ്ത്യൻ ഓക്കെയാണ് സാർ. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഒരു 2 മോഡൽ ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നാളത്തെ ഒരു ക്ലാസ്സും കൂടെ എടുത്തിട്ട് ഈ കെമിസ്ട്രിയുടെ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. നാളെ അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് മറ്റന്നാളെ ഓഫ്ലൈൻ വരാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ വൈകിട്ട് ഓൺലൈൻ ക്ലാസ്സിന് കയറിയേക്കണം കേട്ടോ. മറ്റന്നാളെ രാവിലെ ഓഫ്ലൈൻ വരാൻ പറ്റാത്ത ആൾക്കാർ, അതായത് നിങ്ങൾക്ക് എക്സാം അല്ലേ വരാൻ പറ്റാത്തവർ നാളെ വൈകിട്ട് ഓൺലൈൻ ക്ലാസ്സിന് കയറിയേക്കണം കേട്ടല്ലോ. നാളെ സെയിം ടൈമാണ്, ഒരു 7:10 ആകുമ്പോഴായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ പിന്നെ ഇങ്ങനെ നിൽക്കട്ടെ. എല്ലാവർക്കും ബൈ.